എണ്ണയിലൊന്നും ഫ്രൈ ചെയ്യാതെ ഇഫ്താറിൻ്റെ ടൈമിൽ ഉണ്ടാക്കാൻ പറ്റില്ല നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ. നല്ല എളുപ്പം കേട്ടോ ഉണ്ടാക്കാനായിട്ട്, പക്ഷെ അടിപൊളി ടേസ്റ്റുമാണ്. അതിനായിട്ട് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, ഒരു 3 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. സാധാ വെള്ളം ഉപയോഗിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. ഒരു സോഫ്റ്റ് ഡോ ആക്കിയിട്ട് മാറ്റുക അതിന്. ഇനി ഇത് എന്തുകൊണ്ടെങ്കിലും അടച്ചു വെച്ച് കൊടുക്കുക. ഇത് മാവ് ഡബിൾ സൈസ് ആയിട്ട് വരണം കേട്ടോ. അതിനുശേഷമാണ് നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിലേക്കുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. പിന്നെ ചിക്കൻ മിക്സിയിൽ ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തത് കേട്ടോ, പച്ചക്കന്നെ ക്രഷ് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ്, മുളക് പൊടി, കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ചിക്കൻ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ, അടച്ചു വെച്ച് കൊടുക്കുക. ചിക്കൻ വെന്ത് വന്നതിന് ശേഷം റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. നമ്മൾ മസാല റെഡി ആയിട്ടുണ്ടേ. റെഡ് ചില്ലി സോസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ടൊമാറ്റോ സോസും അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ഡോ ഇവിടെ നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, ഡബിൾ സൈസ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഓരോ ഉരുളകളായിട്ട് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഒരുപാട് തിന്നാവരുത്, ഒരുപാട് തിക്കും ആവരുത് കേട്ടോ. അതിൻ്റെ നടുവിലേക്ക് നമ്മൾ മസാല വെച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് ചീസ് കയ്യിലുണ്ടെങ്കിൽ ഓപ്ഷനിലാണ് കേട്ടോ, വേണമെങ്കിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതുപോലെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുക കേട്ടോ. നന്നായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക, കാരണം അത് വേവുന്ന സമയത്ത് അതിങ്ങനെ പൊട്ടിപ്പോകരുത്, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഒരു പാൻ വെച്ച് കൊടുക്കുക. പാൻ നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. ഒരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മുടെ ഈ മസാല ഫില്ല് ചെയ്ത് ബണ്ണ് വെച്ച് കൊടുക്കുക. ഇനി ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം നമ്മളെ ബണ്ണിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ പകുതി വരെ ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക, അടച്ച് വെച്ച് കൊടുക്കുക. 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണേ. 5 മിനിറ്റിന് ശേഷം ഓപ്പൺ ആക്കി നോക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാവുക. ചെറുതായിട്ട് കുറച്ച് വെള്ളം ഉണ്ടാവും, അതൊന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വറ്റിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. നമ്മൾ സ്റ്റഫ്ഡ് ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ കുറച്ച് ബട്ടറിലോ ഗീയിലോ അല്ലെങ്കിൽ ഓയിലിലോ കുറച്ച് ചില്ലി ഫ്ലേക്സും മല്ലിയില ഇട്ടിട്ട് ഒന്ന് വറവും കൂടെ ഒഴിച്ചു കൊടുക്കുക. കിഡിലിന് ടേസ്റ്റുള്ള സ്റ്റഫ്ഡ് ബണ്ണ് റെസിപ്പിയാണ് കേട്ടോ. മസ്റ്റ് ട്രൈ ആണേ.